ഹലോ ഗൈസ്, അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റെഗുലേഷൻ ഓഫ് റെസ്പിറേഷൻ. ഈ റെഗുലേഷൻ ഓഫ് റെസ്പിറേഷൻ തന്നെ ന്യൂറൽ റെഗുലേഷൻ ഉണ്ട്, കെമിക്കൽ റെഗുലേഷൻ ഉണ്ട്. രണ്ട് വെച്ചായിട്ട് ചോദിക്കുന്ന. അപ്പം ഇന്ന് ഞാൻ ഡീൽ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ന്യൂറൽ റെഗുലേഷനാണ്. അപ്പോൾ ഈ ക്വസ്റ്റിനോട്ട് വരുമ്പോൾ നമ്മൾ ഈ ആൻസർ ചെയ്തതിൻ്റെ ഒരു പാറ്റേൺ ഞാൻ പറഞ്ഞുതരാം. ആദ്യമേ ഇൻട്രൊഡക്ഷൻ എഴുതണം. ഇൻട്രൊഡക്ഷൻ എഴുതിയിട്ട് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് എന്തൊക്കെ ന്യൂറൽ റെഗുലേഷൻ, കെമിക്കൽ റെഗുലേഷൻ, പിന്നെ നോൺ കെമിക്കൽ ഇൻഫ്ലുവൻസസ്, ഈ 3 ടൈപ്സാണ് ഉള്ളത്. അതിൽ തന്നെ ന്യൂറൽ റെഗുലേഷനെ നമുക്ക് വോളണ്ടറി ആയിട്ട് തിരിക്കാം. വോളണ്ടറി, പിന്നെ അതേപോലെ തന്നെ ഇൻവോളണ്ടറി. ഈ വോളണ്ടറി എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യുന്ന ആരാ? നമ്മുടെ സെറിബ്രൽ കോർട്ടെക്സ് ആണ്. ഇത് കൺട്രോൾ ചെയ്യുന്നത് സെറിബ്രൽ കോർട്ടെക്സ്. ഇൻവോളണ്ടറിയോ? ഇൻവോളണ്ടറി നമ്മുടെ മെഡുലയും പോൺസും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ഹെഡിങ്ങിന്റെ അടിയിൽ ഇങ്ങനെ എഴുതുക. റെഡി അല്ലേ? ഇനി നമുക്ക് നോക്കാം ന്യൂറൽ കൺട്രോൾ ഓഫ് റെസ്പിറേഷനകത്ത് ഒന്നാമത്തത് വോളണ്ടറി കൺട്രോൾ സിസ്റ്റം. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ എവിടെ? സെറിബ്രൽ കോർട്ടെക്സ്. ഇനി ഇറ്റ് സെൻഡ് ഇമ്പൾസസ് ടു ദ റെസ്പിറേറ്ററി മോട്ടോർ ന്യൂറോൺസ് വയ എങ്ങനെ? ദ കോർട്ടിക്കോ സ്പൈനൽ ട്രാക്ട് വഴി. എങ്ങനെയാണ്? കോർട്ടിക്കോ സ്പൈനൽ ട്രാക്ട്. രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് ഇതാണ് ബിഹേവിയറൽ കൺട്രോൾ ഓഫ് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. അതെന്താ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ, കാരണം റെസ്പിറേറ്ററി മോട്ടോർ ന്യൂറോൺസിലല്ല അയക്കുന്നത്. അപ്പം നമ്മുടെ റെസ്പിറേഷൻ ഏത് തരത്തിൽ ബിഹേവ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ഈ വോളണ്ടറി കൺട്രോൾ സിസ്റ്റമാണ്. പിന്നെ ബ്രത്ത് ഹോൾഡിംഗ്, ഇതിനെ സഹായിക്കുന്നതും ആര് തന്നെ? ഈ ഒരു വോളണ്ടറി കൺട്രോൾ സിസ്റ്റം തന്നെ. അപ്പൊ അത് ലൊക്കേറ്റഡ് ഇൻ സെറിബ്രൽ കോർട്ടെക്സ്. ഈ ഒരു 4 പോയിന്റ് നിങ്ങൾ അതേപടി എഴുതി വെക്കുക. ഇനി നമുക്ക് ഇൻവോളണ്ടറി കൺട്രോൾ സിസ്റ്റത്തിലോട്ട് പോവാം. അതിനെ വിളിക്കുന്ന മറ്റൊരു പേര് ഓട്ടോമാറ്റിക് കൺട്രോൾ സിസ്റ്റം എന്നാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് 2 സെന്റേഴ്സ് ആണ്, മെഡുലറി സെന്റേഴ്സും പോണ്ടൈൻ സെന്റേഴ്സും. മെഡുലറി സെന്റേഴ്സിനകത്ത് തന്നെ നമുക്ക് 3 ഗ്രൂപ്പ്സ് ഉണ്ട്. ഒന്നാമത്തത് പ്രീ ബോട്ട്സിംഗർ കോംപ്ലക്സ്, 2 ഡോർസൽ റെസ്പിറേറ്ററി ഗ്രൂപ്പ് അഥവാ DRG എന്ന് പറയാം, പിന്നെ VRG എന്ന് പറഞ്ഞാൽ വെൻട്രൽ റെസ്പിറേറ്ററി ഗ്രൂപ്പ്. ഇപ്പുറത്ത് പോണ്ടൈൻ സെന്റേഴ്സോ ന്യൂമോടാക്സിക് സെന്റർ ഉണ്ട്, അപ്ന്യൂസ്റ്റിക് സെന്റർ ഉണ്ട്. ശരി, ഇനി നിങ്ങൾ വരയ്ക്കേണ്ട ഫിഗർ അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ പടം എന്ത് ചെയ്യുക? നേരെ അങ്ങ് വരച്ചു വെക്കുക. ഈ പടം വരച്ചു വെക്കുമ്പോഴത്തേക്കും ഇതാണ് നമ്മുടെ എന്ത്? 4th വെൻട്രിക്കിൾ. വരച്ചിട്ട് അതേപടി ലേബിലൂടെ ചെയ്യാൻ മറക്കരുത്. ഇതാണ് നമ്മുടെ 4th വെൻട്രിക്കിൾ. പിന്നെ ഈ കാണുന്നതാണ് DRG, ഈ കാണുന്നതാണ് VRG, പിന്നെ ഏറ്റവും മുകളിൽ കാണുന്നതാണ് ന്യൂമോടാക്സിക് സെന്റർ. ഈ ഓറഞ്ച് കളറിലുള്ള ന്യൂമോടാക്സിക് സെന്റർ. ഈ ന്യൂമോടാക്സിക് സെന്ററിനെ വിളിക്കുന്ന മറ്റൊരു പേര് സ്വിച്ച് ഓഫ് സെന്റർ എന്നാണ്. പിന്നെ ഏറ്റവും താഴെയായിട്ട് ഇതാണ് അപ്ന്യൂസ്റ്റിക് സെന്റർ. അപ്പൊ ഈ ഫിഗർ എന്ത് ചെയ്യുക? അതേപടി വരച്ചു വെക്കുക. ഈ വെട്ടുവരെയുള്ള ഇതാണ് പോൺസ് എന്ന് പറയുന്നത്. അതിന് താഴോട്ടുള്ള ഇത്രയും ഭാഗമാണ് മെഡുല എന്ന് പറയുന്നത്. ഇത്രയും താഴോട്ടുള്ള മെഡുല, ഈ മുകളിലിരിക്കുന്ന ഈ ഒരു ഭാഗമാണ് പോൺസ്. റെഡി? അത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ശരി, ആദ്യം ഞാൻ ഈ മെഡുലറി സെന്റേഴ്സിനെ പറ്റി പറയാം. പിന്നെ ഒരു കാര്യം കൂടെ, ഈ കാണുന്ന നെർവ് ഇതാണ് വേഗസ്, ഗ്ലോസോഫാരിഞ്ചൽ വേഗസ് നെർവ്. ഗ്ലോസോഫാരിഞ്ചൽ വേഗസ് നെർവ്. ഈ താഴെ കാണുന്ന ഇതാണ് എന്ത്? നമ്മുടെ റെസ്പിറേറ്ററി മോട്ടോർ ന്യൂറോൺസിലോട്ട് പോകുന്ന നെർവ്. അതിന് നമുക്ക് ഇത് അഫറന്റ് നെർവ് ആണ്, ഇത് എഫറന്റ് നെർവ്സ് എന്ന് പറയാം. ഇഫറന്റ് നെർവ്സ്. ഈ ഗ്ലോസോഫാരിഞ്ചൽ വേഗസ് നെർവ് അഫറന്റ് ആണെങ്കിൽ ഇത് എഫറന്റ് നെർവ്, അഥവാ നമുക്ക് റെസ്പിറേറ്ററി മോട്ടോർ ന്യൂറോൺസ് എന്നും പറയാം. റെഡി? ആയിക്കോട്ടെ. ആദ്യമേ ഞാൻ ഈ മെഡുലറി സെന്റേഴ്സിലുള്ള ആരെ പറ്റി സംസാരിക്കുക? ഡോർസൽ റെസ്പിറേറ്ററി ഗ്രൂപ്പിനെ പറ്റി സംസാരിക്കാം. ഓക്കെ, എന്താണ് മെഡുലറി? നോക്കണം, മെഡുലറി സെന്റേഴ്സിനകത്തുള്ള DRG, ഡോർസൽ റെസ്പിറേറ്ററി ഗ്രൂപ്പ്. അതാണ് നമ്മുടെ ക്വയറ്റ് റെസ്പിറേഷന് സഹായിക്കുന്നത്. ക്വയറ്റ് റെസ്പിറേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഇൻസ്പിറേഷന് സഹായിക്കുന്നത്. എക്സ്പിറേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെറുതെ ശ്വാസം വലിച്ചു നോക്കിയേ. എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഒരു പാസീവ് പ്രോസസ്സാണ്, നമ്മൾ വലിയ എനർജി ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എനർജി എക്സ്പെൻഡിച്ചർ ഉണ്ട് അല്ലേ? അപ്പം ഈ ഡോർസൽ റെസ്പിറേറ്ററി ഗ്രൂപ്പ് ക്വയറ്റ് റെസ്പിറേഷനകത്ത് തന്നെ നമ്മുടെ ഇൻസ്പിറേഷനെ സഹായിക്കുന്നത്. അത് എസ്പെഷ്യലി എഴുതിയെടുക്കും കേട്ടോ, ഇൻസ്പിറേഷന് സഹായിക്കുന്നത്. പിന്നെ ഈ DRG എന്ത് ചെയ്യുന്നത് അറിയാമോ? ഇറ്റ് ജനറേറ്റ്സ് ഇൻസ്പിറേറ്ററി റാം സിഗ്നൽസ്. ഇത് റാം സിഗ്നൽസ്, ഇൻസ്പിറേഷന് വേണ്ടിയുള്ള റാം സിഗ്നൽസ് ഇത് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. നോക്കാം, നമുക്ക് അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് നോക്കാം. ഈ ഒരു ഫ്ലോ ചാർട്ട് ഇതേപോലെ എഴുതി വെക്കണം. DRG ന്യൂറോൺസിൽ നിന്ന് ന്യൂറോണൽ ആക്ഷൻ പൊട്ടൻഷ്യൽ പോകുന്നു എങ്ങോട്ട്? ഇൻസ്പിറേറ്ററി മസിൽസിലോട്ട്. ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വീക്കിലി ആയിരിക്കും തുടങ്ങുന്നത്. ഇറ്റ് ബിഗിൻസ് വീക്കിലി ആൻഡ് ഇൻക്രീസസ് സ്റ്റഡിലി ഫോർ 2 seconds. പിന്നെ ഒറ്റ സ്റ്റഡി ആയിട്ട് ഇൻക്രീസ് ചെയ്യും 2 സെക്കൻഡത്തേക്ക്.
then it ceases abruptly for next 3 seconds. പെട്ടെന്ന് അടുത്ത 3 സെക്കൻഡത്തേക്ക് അത് എന്ത് ചെയ്യും, അത് സീസ് ചെയ്യും, അബ്രപ്റ്റ്ലി അത് സീസ് ചെയ്യും. അങ്ങനെ ആ എക്സൈറ്റേഷൻ ടേൺ ഓഫ് ചെയ്യും. ഇറ്റ് ടേൺ ഓഫ് ദ എക്സൈറ്റേഷൻസ് ആൻഡ് ദെൻ ഇറ്റ് അലൗസ് ഇലാസ്റ്റിക് റീകോയിൽ ഓഫ് ലങ്സ് ആൻഡ് ചെസ്റ്റ് വാൾ. അങ്ങനെ ആ ഒരു എക്സൈറ്റേഷൻ ടേൺ ഓഫ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലങ്സ് എന്ന് പറയുന്നത് എന്താകും, റീകോയിൽ ആകും, ലങ്സും ചെസ്റ്റ് വാളും റീകോയിൽ ആകും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്പ്രഷൻ ചെയ്യുന്നത് പറയുന്നത്. അപ്പൊ ഈ ഒരു ഫ്ലോ ചാർട്ട് ഇതേപടി എഴുതി വെക്കാൻ ശ്രമിക്കുക. അപ്പൊ അത് കാണിക്കുന്ന ഒരു ഗ്രാഫാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ഇൻസ്പിറേറ്ററി റാമ്പ് സിഗ്നല് ആദ്യമേ 2 സെക്കൻഡത്തേക്ക് സ്റ്റെഡിലി എന്താവും, ആദ്യമേ സ്ലോ സ്റ്റാർട്ടിങ് ആയിരിക്കും, പിന്നെ 2 സെക്കൻഡത്തേക്ക് സ്റ്റെഡിലി ഇൻക്രീസ് ഉണ്ടാവും, പിന്നെ അടുത്ത 3 സെക്കൻഡത്തേക്ക് എന്താണ്, അത് സീസസ് അബ്രപ്റ്റ്ലി. ആ സമയത്ത് ലെങ്ങിന് സംഭവിക്കുന്ന മാറ്റം കണ്ടാ, ലെങ്ങില് ആദ്യമേ ലെങ്ങിന്റെ വോളിയം, ടൈഡൽ വോളിയം എന്ത് ചെയ്തു, ഇങ്ങനെ കൂടി വന്നു. ഈ ഒരു സിഗ്നൽ എക്സൈറ്റേഷൻ ടേൺ ഓഫ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതേ കണ്ട ആ ലെങ് തിരിച്ച് റീകോയിൽ ചെയ്യാൻ തുടങ്ങി, ലെങ്ങും ചെസ്റ്റ് വാളും റീകോൾ ചെയ്യാൻ തുടങ്ങിയത് നിങ്ങൾക്ക് ഈ ഗ്രാഫിലൂടെ മനസ്സിലാവും. അപ്പൊ ഈ ഗ്രാഫും കൂടെ വരച്ചു വെച്ചാൽ ഓറായിരിക്കും. ശരി, അടുത്ത് നമ്മൾ എന്ത് നോക്കുക, വെൻട്രൽ റെസ്പിറേറ്ററി ഗ്രൂപ്പ് നോക്കുക. വെൻട്രൽ റെസ്പിറേറ്ററി ഗ്രൂപ്പ് നമ്മൾ നേരത്തെ DRG പറ്റി പറഞ്ഞല്ലോ. DRG എന്ത് ചെയ്ത, DRG ക്വയറ്റ് ഇൻസ്പിറേഷന് സഹായിച്ച അല്ലെ. പക്ഷേ VRG എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയുള്ളതെന്ന് അറിയാമോ, അത് നമ്മുടെ ഡീപ്പ് അഥവാ ഹെവി റെസ്പിറേഷന് വേണ്ടി സഹായിക്കുന്നതാണ്. ഇത് ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ VRG എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടോട്ടലി ഇനാക്റ്റീവ് ഡ്യൂറിങ് ക്വയറ്റ് റെസ്പിറേഷൻ. ക്വയറ്റ് റെസ്പിറേഷന് ഇയാൾക്ക് വലിയ പങ്കൊന്നുമില്ല. പക്ഷേ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം, ദ റെസ്പിറേറ്ററി സിഗ്നൽസ് സ്പിൽ ഓവർ ഇൻ ടു ദ VRG ന്യൂറോൺസ് ഫ്രം ദ DRG റെസ്പിറേറ്ററി ഏരിയ. അതായത് ഡീപ്പ് ബ്രീത്തിങ്ങിന്റെ സമയത്ത്, ഡീപ്പ് അഥവാ ഹെവി ബ്രീത്തിങ്ങിന്റെ സമയത്ത് നമ്മുടെ DRGയിൽ നിന്നും റെസ്പിറേറ്ററി സിഗ്നൽസ് എന്ത് ചെയ്യുന്നു, സ്പിൽ ഓവർ ടു ദ VRG. കാരണം അവിടെ DRGക്ക് യാതൊരുവിധ പങ്കുമില്ല, ആകെപ്പാടെ റോളുള്ളത് ആർക്കാം, VRGക്കാണ്. അപ്പൊ അതാണ്, അപ്പം സെറ്റ് ആയില്ലേ. അപ്പൊ മെഡുലറി സെന്റേഴ്സ് കഴിഞ്ഞു. ഇനി നമുക്ക് പോണ്ടൈൻ സെന്റേഴ്സിലോട്ട് പോവാം. പോണ്ടൈൻ സെന്റേഴ്സിനകത്ത് കണ്ടോ അപ്ന്യൂസ്റ്റിക് സെന്ററും ന്യൂമോടാക്സിക് സെന്ററും മോള് നമ്മൾ പടം വരച്ചതിനകത്തുണ്ട്. എവിടെ, ന്യൂമോടാക്സിക് സെന്ററും അപ്ന്യൂസ്റ്റിക് സെന്ററും നിങ്ങൾ കാണുന്നുണ്ട് അല്ലെ. ശരി, അപ്പൊ അതിനെ പറ്റി പറയാം. അപ്ന്യൂസ്റ്റിക് സെന്റർ എന്ന് പറയുന്നത് ഇറ്റ് ഇൻക്രീസസ് ദ ഡെപ്ത് ഓഫ് റെസ്പിറേഷൻ. ശരിക്കും സംഭവം എന്താണെന്നറിയാമോ, ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു ഇൻസ്പിറേറ്ററി സിഗ്നലിനെ കുറിച്ച്. ആ ഇൻസ്പിറേറ്ററി സിഗ്നൽ സ്വിച്ച് ഓഫ് ആകുന്ന കാര്യവും ഞാൻ പറഞ്ഞില്ലേ. ഈ അപ്ന്യൂസ്റ്റിക് സെന്റർ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആ സ്വിച്ച് ഓഫ് ആകുന്ന പ്രക്രിയ അങ്ങ് തടയും. ഇറ്റ് റിട്ടാർഡ്സ് ദ സ്വിച്ച് ഓഫ് ഓഫ് ദ ഇൻസ്പിറേറ്ററി സിഗ്നൽസ്. അങ്ങനെ സ്വിച്ച് ഓഫ് തടയുമ്പോൾ എന്ത് സംഭവിക്കും, ആ വീണ്ടും എന്ത് ചെയ്യും, ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കും. കാരണം അവിടെ സ്വിച്ച് ഓഫ് നടക്കുന്നില്ലല്ലോ. അങ്ങനെ ആ ഡെപ്ത് ഓഫ് ദ റെസ്പിറേഷൻ കൂടും, ഇൻക്രീസസ് ദ ഡെപ്ത് ഓഫ് ദ റെസ്പിറേഷൻ. അങ്ങനെ ആ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഒരു പ്രൊലോങ്ഡ് ഡീപ്പ് ഇൻസ്പിറേഷനായി മാറും. അതാണ് അപ്ന്യൂസ്റ്റിക് സെന്ററിന്റെ ജോലി. അപ്പം ന്യൂമോടാക്സിക് സെന്ററോ, ന്യൂമോടാക്സിക് സെന്റർ നമ്മൾ പറയുന്ന മറ്റൊരു പേര് സ്വിച്ച് ഓഫ് സെന്റർ എന്നാണ്. സ്വിച്ച് ഓഫ് സെന്റർ നമുക്ക് ഇവനെ വിളിക്കാൻ പറ്റും. ശരി, ഇവൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇവൻ നേരെ DRGയിലോട്ട് എന്ത് ചെയ്യും, സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യും. അങ്ങനെ DRGയിലോട്ട് സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ആ ഇൻസ്പിറേറ്ററി സിഗ്നൽ സ്വിച്ച് ഓഫ് ചെയ്യും. അതായത് ന്യൂമോടാക്സിക് സെന്റർ ട്രാൻസ്മിറ്റ് സിഗ്നൽ ടു ദ DRG ആൻഡ് ഇറ്റ് കോസസ് സ്വിച്ച് ഓഫ് ദ ഇൻസ്പിറേറ്ററി സിഗ്നൽ. അങ്ങനെ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ശ്വാസം എടുക്കുന്നത് നിൽക്കും അല്ലെ, ഇൻസ്പയർ ചെയ്യുന്നത് നിൽക്കും. അങ്ങനെ ദിസ് വിൽ ഷോർട്ടൻ ദ ഇൻസ്പിറേഷൻ ആൻഡ് ഉടനെ എന്ത് ചെയ്യും, എക്സ്പ്രഷൻ വിൽ ഫോളോ. അതാണ് സംഭവം. അങ്ങനെ എന്താ സംഭവിക്കുന്നത്, ഇൻസ്പിറേഷൻ നിൽക്കുകയും തുടർന്ന് എക്സ്പ്രഷൻ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ഇൻസ്പിറേഷന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് കുറയുകയും ഇൻസ്പിറേഷന്റെ ടൈംസ് ഒരുപാട് തവണ ഇൻസ്പയർ ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. അതാണ്, ഇത്രയാണ് ശരിക്കും നിങ്ങൾ ഒരു കോർ കണ്ടന്റ് ആയിട്ട് എഴുതി വെക്കണം. ഇത്ര എഴുതി കഴിഞ്ഞാൽ തന്നെ ഏറെക്കുറെ മാക്സിമം മാർക്സ് കിട്ടും. പിന്നെ കുറച്ചുകൂടി ഒരു അഡീഷണൽസ് ആയിട്ട് പറയാനുണ്ടെങ്കിൽ ക്ലിനിക്കൽ ആസ്പെക്ട്സ് എഴുതിയിട്ട് ക്ലിനിക്കൽ ആസ്പെക്ട്സ്, അബ്നോർമൽ ബ്രീത്തിങ്, അതിന്റെ എക്സാമ്പിൾ ആയിട്ട് ചെയിൻ സ്റ്റോക്സ് ബ്രീത്തിങ്ങും ബയോട്സ് ബ്രീത്തിങ്ങും ഒക്കെ കൊടുക്കാം. പിന്നെ ഈ പറയുന്ന ഓൺലൈൻ കൾസ് എഴുതി വെക്കാം. ഓൺലൈൻ കൾസ് എന്ന് പറഞ്ഞൊരു ഒരവസ്ഥ, അതായത് നമുക്ക് വോളണ്ടറി ആയിട്ട് നമുക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇൻവോളണ്ടറി ആയിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഈ ഉറങ്ങുന്ന സമയത്തൊക്കെ ഭയങ്കര പ്രയാസം അനുഭവിക്കുന്ന ഒരു തരം കണ്ടീഷൻ, അസുഖമാണ് ഈ ഓൺലൈൻ കൾസ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഹെറിക് ബ്രൂവർ റിഫ്ലക്സ് ഉണ്ട്. ഹെറിക് ബ്രൂവർ റിഫ്ലക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ശ്വാസം എടുക്കുന്ന സമയത്ത് നമ്മുടെ ലങ്സ് എന്ത് ചെയ്യും, വലുതാവും അല്ലെ, ഡയറക്റ്റ് ആവും. ആ സമയത്ത് നമ്മുടെ സ്ട്രെച്ച് റിസെപ്റ്റേഴ്സ് ഒക്കെ ആക്റ്റീവായിട്ട് നേരെ ബ്രെയിനിലോട്ട് സിഗ്നൽ കൊടുക്കും, ആ മതി ശ്വാസം എടുത്തത്. അപ്പം എന്ത് ചെയ്യും, ബ്രെയിനിൽ തിരിച്ച് സിഗ്നൽ വന്നിട്ട് ശ്വാസം എടുക്കാൻ നിൽക്കുകയും തിരിച്ച് എന്ത് ചെയ്യും, എക്സ്പയർ ചെയ്യുകയും ചെയ്യും. അതായത് ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ഫിനോമിനാണ് ഇവിടെ നടക്കുന്നത്. ലങ്സ് വലുതാവുന്നു, റിസെപ്റ്റേഴ്സ് ആക്റ്റീവ് ആകുന്നു, ബ്രെയിനോട് സിഗ്നൽ വന്നു, ബ്രെയിൻ തിരിച്ച് സിഗ്നൽ വരുന്നു, അങ്ങനെ ആ ശ്വാസം എടുക്കുന്ന പ്രക്രിയ നിൽക്കുന്നു, തിരിച്ച് എക്സ്പയർ ചെയ്യുന്നു. അതാണ് ഈ ഹെറിക് ബ്രൂവർ റിഫ്ലക്സ്. അപ്പൊ ഇതൊരു അഡീഷണൽ ആയിട്ട് എഴുതി വെച്ചാൽ എന്തായാലും മാക്സിമം മാർക്ക് നിങ്ങൾ കിട്ടും. അപ്പൊ ഇതാണ് എനിക്ക് ന്യൂറോ റെഗുലേഷനെ പറ്റി പറയാനുള്ളത്.